ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഇടിയൻ ചക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് അതിന് വേണ്ടിയിട്ട് ചക്ക നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചെറിയ പ്ലാവാണ് കേട്ടോ, 3 വർഷം കൊണ്ടൊക്കെ ചക്ക ഉണ്ടാവത്തില്ലേ, ആ പ്ലാവാണ്. അപ്പോൾ ഇതാ ചക്ക ഒരെണ്ണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വലിച്ചിടുക, തോട്ടി ഉപയോഗിച്ച് ചക്കയും വലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സന്ധ്യയായി തുടങ്ങി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ഇടിയൻ ചക്കയുടെ ഒരു പരുവം തന്നെയാണോ അത് അതിലും വിട്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. ഇനി വെട്ടി നോക്കിയാൽ തന്നെയാണ് അറിയുള്ളൂ. അപ്പോൾ നമുക്കിതാ വെട്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വെട്ടാത്തിയൊക്കെ ഉപയോഗിച്ച് ചക്ക വെട്ടുന്നുണ്ട്. ഭാഗ്യം, ഒറ്റ വെട്ടിന് തന്നെ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇടിയൻ ചക്കയുടെ പരുവം തന്നെ, അതിലും വിട്ടിട്ടില്ല, അതിലും വിട്ട് പോയി പിന്നെ കളയേണ്ട വന്നേനെ. അത് അതൊരു കഴിഞ്ഞ് ആ ഒരു പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കട്ടിംഗ് ബോർഡിൽ ചക്കേനെ മുറിച്ചിട്ട് ചക്കൻ്റെ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൊലി ഇത്തിരീശായിട്ട് ചെത്തിയെടുക്കുക. ആദ്യം എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ രണ്ടാക്കുക കേട്ടോ. അതിന് ശേഷം അതിനെ വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് നമ്മൾ അരിഞ്ഞാണ് കേട്ടോ വയ്ക്കുന്നത്. ഇടിയൻ ചക്ക ഇപ്പം ഇടിച്ച് വെക്കുമല്ലോ, അങ്ങനെയല്ല, അരിഞ്ഞിട്ടാണ് വയ്ക്കുന്നത്, ചെറുതായി അരിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പൂഞ്ഞൊക്കെ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെല്ലാം പിന്നെ കൂട്ടിപ്പിടിച്ച് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതൊക്കെ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ആ ചക്കയൊക്കെ നന്നായി കഴുകിയെടുത്ത് നമ്മുടെ കുക്കറിലാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 സ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം മതിയാവും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട വേവാനായിട്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലെയിം ഓണാക്കി കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലിൽ ഇത് ആവും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മറ്റേ ചക്ക വലുത്താൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളമുണ്ട്, അപ്പോൾ അതൊന്നും ഇങ്ങനെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്ന് വറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി വറ്റി കിട്ടിക്കോളും. നമ്മൾ നമ്മുടെ ചക്ക വലുത്താനായിട്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുളകും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഒക്കെ ചതച്ച് വെച്ചത് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ മുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച്. അപ്പോൾ അതും നന്നായി മൂക്കണം. നന്നായി മൂത്തില്ലെങ്കിൽ അതിനൊരു കുത്ത് വരും കേട്ടോ. അപ്പോൾ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ അധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വേവിച്ചിരിക്കുന്ന ചക്കയും കൂടി അതിലേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ആ മുളകൊക്കെ എല്ലാവരുടെയും നന്നായി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിന് പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.